ഇങ്ങനെയൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ദുബായിലും സ്വർണം കുതിക്കുന്നു. ദുബായ് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് രാവിലെ സ്വർണവില ആദ്യമായി ഔൺസിന് $3050 കടന്നിരുന്നു. വിലയിലെ മാറ്റം പല ആഭ്യന്തര വിപണികളെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച സ്വർണ വിപണന കേന്ദ്രങ്ങളിലൊന്നായ ദുബായിലും ഇതിന്റെ പ്രതിഫലനം അനുഭവപ്പെടുന്നുണ്ട്. ദുബായിൽ കഴിഞ്ഞ 20 ദിവസത്തിനിടെ ഗ്രാമിന് ഏകദേശം 20 ദിർഹത്തോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. സമീപകാലത്തൊന്നുമില്ലാത്ത കുതിച്ചുചാട്ടമാണിത്. സ്വർണവിലയിൽ എപ്പോഴാണ് സ്ഥിരത കൈവരിക്കാൻ തുടങ്ങുക എന്നാണ് ഷോപ്പർമാരും ജ്വല്ലറി റീറ്റെയിലർമാരും ആശ്ചര്യപ്പെടുന്നത്. ഫെബ്രുവരി 28-ന് 22 കാരറ്റ് ഗ്രാമിന് 319.5 ദിർഹം എന്നത് ഫെബ്രുവരി 19-നും മാർച്ച് 20-നും ഇടയിലെ ദുബായ് സ്വർണ വിലയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായിരുന്നു എന്നാണ് ഒരു ജ്വല്ലറി റീറ്റെയിലർ പറയുന്നത്. മുൻകാലങ്ങളിൽ ഏകദേശം 20 ദിർഹം വർധനവ് ഉണ്ടാകാൻ മാസങ്ങളെങ്കിലും എടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നു. ഇന്ത്യയിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8291 രൂപയാണ് വില. ഒരു ദിർഹം ഏകദേശം 23.59 രൂപയാണ്. വരും ആഴ്ചകളിൽ യുഎഇയിൽ വിലകൾ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് സ്വർണ വിശകലന വിദഗ്ധർ പറയുന്നത്. ഈ വർഷത്തെ വില പ്രവണതകളെ അടിസ്ഥാനമാക്കി ഔൺസിന് $3300 എന്ന നിലയിലേക്ക് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം കുതിക്കും. ആഭരണങ്ങളുടെ ആവശ്യകത വിലയോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. വിലകൾ ഉയർന്നതോടെ ഉപഭോക്താക്കൾ ലൈറ്റ് വെയ്റ്റ് ഐറ്റങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലിലെ മിഡിൽ ഈസ്റ്റിന്റെയും പബ്ലിക് പോളിസിയുടെയും തലവൻ ആൻഡ്രൂ നെയ്ലർ പറഞ്ഞു. ഗൾഫ്, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സ്വർണ ആവശ്യകതയുടെ 60% ആഭരണങ്ങൾക്കാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിക്ഷേപകര് ലാഭം ബുക്ക് ചെയ്യുന്നതിനാൽ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും സ്വർണ വില സ്ഥിരത കൈവരിക്കുമെന്നോ കുറയുമെന്നോ ഉള്ള പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. എന്നിരുന്നാലും വിലകളിൽ വലിയ മാറ്റം വരാൻ ആഗോള വിപണിയിൽ വലിയ ഇടിവ് വേണ്ടിവരും. അത് ഉടനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത്.